ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വരാനിരിക്കുന്ന ഡിഗ്രി പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. നാഡികളുടെ സ്ഥിരത്വം ഉറപ്പാക്കുന്നതിനാൽ ധാർമ്മിക ജീവകം എന്നറിയപ്പെടുന്നത് ഏത്? നാഡികളുടെ സ്ഥിരത്വം ഉറപ്പാക്കുന്നതിനാൽ ധാർമ്മിക ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, തയാമിൻ. ഗ്ലൂക്കോസിനെ ഈഥൈൽ ആൽക്കഹോളും കാർബൺ ഡയോക്സൈഡുമാക്കി മാറ്റുന്ന രാസാഗ്നി ഏത്? ഗ്ലൂക്കോസിനെ ഈഥൈൽ ആൽക്കഹോളും കാർബൺ ഡയോക്സൈഡുമാക്കി മാറ്റുന്ന രാസാഗ്നി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സൈമേസ്. മയൂര സന്ദേശത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയ മലയാളത്തിലെ പ്രമുഖ കവി ആര്? മയൂര സന്ദേശത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയ മലയാളത്തിലെ പ്രമുഖ കവി ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. കലാലയം, ചേലിയ കഥകളി വിദ്യാലയം എന്നിവ സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത് ആര്? കലാലയം, ചേലിയ കഥകളി വിദ്യാലയം എന്നിവ സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ് കലാലയം, ചേലിയ കഥകളി വിദ്യാലയം എന്നിവ സ്ഥാപിക്കാൻ മുൻകൈയെടുത്തിരിക്കുന്നത്. ബയലാട്ടം എന്നും അറിയപ്പെടുന്ന കലാരൂപം ഏത്? ബയലാട്ടം എന്നും അറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, യക്ഷഗാനം. യക്ഷഗാനമാണ് ബയലാട്ടം എന്നും അറിയപ്പെടുന്നത്. സ്ഥലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാങ്കല്പിക ഗ്രാമത്തിൽ കഥ നടക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവൽ ഏത്? സ്ഥലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാങ്കല്പിക ഗ്രാമത്തിൽ കഥ നടക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആനവാരിയും പൊൻകുരിശും. ആനവാരിയും പൊൻകുരിശും. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം നേടിയ മെഡൽ? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം നേടിയ മെഡൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വെങ്കല മെഡൽ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം നേടിയ മെഡൽ ഏതാണ്? വെങ്കല മെഡലാണ്. വ്യക്തിഗത ഇനത്തിൽ തുടർച്ചയായി 2 ഒളിമ്പിക് മെഡലുകൾ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ കായിക താരം ഏത്? വ്യക്തിഗത ഇനത്തിൽ തുടർച്ചയായി 2 ഒളിമ്പിക് മെഡലുകൾ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ കായിക താരം ഏത്? ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, PV സിന്ധു. ഉത്തരം ഓപ്ഷൻ എ, PV സിന്ധു. പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് ശുപാർശ ചെയ്ത 1989 കമ്മിറ്റി ഏത്? പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് ശുപാർശ ചെയ്ത 1989 കമ്മിറ്റി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, PK തുങ്കൻ കമ്മിറ്റി. ഉത്തരം ഓപ്ഷൻ ബി, PK തുങ്കൻ കമ്മിറ്റി. റഷ്യ 1-ാം ലോകയുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാൻ ഇടയാക്കിയ ഉടമ്പടി ഏത്? റഷ്യ 1-ാം ലോകയുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാൻ ഇടയാക്കിയ ഉടമ്പടി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ബ്രെസ്റ്റ് ലിത്തോവ്സ് ഉടമ്പടി. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ പ്രമാണത്തിൽ ആദ്യമായി ഒപ്പുവെച്ച രാജ്യമേത്? ഐക്യരാഷ്ട്രസഭയുടെ പ്രമാണത്തിൽ ആദ്യമായി ഒപ്പുവെച്ച രാജ്യമേതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ചൈന. ഐക്യരാഷ്ട്രസഭയുടെ പ്രമാണത്തിൽ ആദ്യമായി ഒപ്പുവെച്ച രാജ്യമേതാണ്? ചൈനയാണ്. നാട്ടുകൂട്ടം ഇളക്കം എന്നറിയപ്പെട്ട പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതാര്? നാട്ടുകൂട്ടം ഇളക്കം എന്നറിയപ്പെട്ട പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതാര്? ഉത്തരം ഓപ്ഷൻ ബി, പാലിയത്തച്ഛൻ. 2ാമത്തെ പഴശ്ശി വിപ്ലവം നടന്ന കാലയളവേത്? 2ാമത്തെ പഴശ്ശി വിപ്ലവം നടന്ന കാലയളവേതാണ്? ഉത്തരം ഓപ്ഷൻ എ, 1800 മുതൽ 1805 വരെ. 2ാമത്തെ പഴശ്ശി വിപ്ലവം നടന്ന കാലയളവേതാണ്? 1800 മുതൽ 1805 വരെ. 1845 തങ്ങളുടെ ഇന്ത്യയിലെ കേന്ദ്രങ്ങളും സ്ഥാപനങ്ങളും ബ്രിട്ടീഷുകാർക്ക് വിറ്റിട്ട്
നാട്ടിലേക്ക് മടങ്ങിയ യൂറോപ്യന്മാർ ആരാണ്? 1845 തങ്ങളുടെ ഇന്ത്യയിലെ കേന്ദ്രങ്ങളും സ്ഥാപനങ്ങളും ബ്രിട്ടീഷുകാർക്ക് വിറ്റിട്ട് നാട്ടിലേക്ക് മടങ്ങിയ യൂറോപ്യന്മാർ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഡെൻമാർക്കുകാർ. റവന്യൂ ഭരണരംഗത്ത് പഞ്ചവത്സര വ്യവസ്ഥയ്ക്ക് രൂപം നൽകിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര്? റവന്യൂ ഭരണരംഗത്ത് പഞ്ചവത്സര വ്യവസ്ഥയ്ക്ക് രൂപം നൽകിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വാറൻ ഹോസ്റ്റിങ്സ്. അന്തരീക്ഷവായുവിൽ രണ്ടാമതായി കൂടുതലുള്ള നിഷ്ക്രിയ വാതകമേത്? അന്തരീക്ഷവായുവിൽ രണ്ടാമതായി കൂടുതലുള്ള നിഷ്ക്രിയ വാതകമേതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, നിയോൺ. സമുദ്രജീവികളായ കോറൽ പോളിപ്സ് രൂപം നൽകുന്നത് എന്ത്? സമുദ്രജീവികളായ കോറൽ പോളിപ്സ് രൂപം നൽകുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി, പവിഴപ്പുറ്റുകൾ. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം ആർക്കാണ്? സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, റിസർവ് ബാങ്കിന്. കേന്ദ്ര ബാങ്ക് കരുതൽ അനുപാതത്തിൽ മാറ്റം വരുത്തുന്നതിൻ്റെ ഫലമല്ലാത്തത്? കേന്ദ്ര ബാങ്ക് കരുതൽ അനുപാതത്തിൽ മാറ്റം വരുത്തുന്നതിൻ്റെ ഫലമല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, രൂപയുടെ മൂല്യത്തിൽ വ്യത്യാസം വരുന്നു. കമ്പ്യൂട്ടറിന് അകത്തുള്ള ഘടകങ്ങൾ തമ്മിലോ കമ്പ്യൂട്ടറുകൾ തമ്മിലോ വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന പാതകൾക്ക് പറയുന്ന പേരെന്ത്? കമ്പ്യൂട്ടറിന് അകത്തുള്ള ഘടകങ്ങൾ തമ്മിലോ കമ്പ്യൂട്ടറുകൾ തമ്മിലോ വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന പാതകൾക്ക് പറയുന്ന പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ബസ്. വിനിമയ മാധ്യമത്തിലൂടെ വരുന്ന വൈദ്യുതകാന്തിക പ്രകാശ തരംഗങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഉപകരണം ഏത്? വിനിമയ മാധ്യമത്തിലൂടെ വരുന്ന വൈദ്യുതകാന്തിക പ്രകാശ തരംഗങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഉപകരണം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, റിപ്പീറ്റർ. ദക്ഷിണേന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ ജനകീയ സമ്മേളനം വിളിച്ചുകൂട്ടിയ വർഷമേത്? ദക്ഷിണേന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ ജനകീയ സമ്മേളനം വിളിച്ചുകൂട്ടിയ വർഷമേതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 1929. മുഹമ്മദ് കാസിം 1668 ക്രോഡീകരിച്ച ആലംഗീർ നാമ ഏത് ഭരണാധികാരിയുടെ ആദ്യത്തെ 10 വർഷത്തെ ഭരണചരിത്രമാണ്? മുഹമ്മദ് കാസിം 1668 ക്രോഡീകരിച്ച ആലംഗീർ നാമ ഏത് ഭരണാധികാരിയുടെ ആദ്യത്തെ 10 വർഷത്തെ ഭരണചരിത്രമാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഔറംഗസേബ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയായ മലയാളി ആര്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയായ മലയാളി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, കെ സച്ചിദാനന്ദൻ. വിവരണാത്മകമായ രീതിയിൽ കഥാഖ്യാനം നടക്കുന്നത് ചുവടെ പറയുന്നതിൽ ഏത് കലാരൂപത്തിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പ്രബന്ധക്കൂത്ത്. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതാര്? കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മാണി മാധവ ചാക്യാർ. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യമുയർത്തി 1970 പാറശാല മുതൽ കാസർഗോഡ് വരെ നടത്തിയ കാൽനട ജാഥ നയിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, PN പണിക്കർ. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡലുകൾ ലഭിച്ചിട്ടുള്ള ഒളിമ്പിക് ഗെയിംസ് ഏത്? ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡലുകൾ ലഭിച്ചിട്ടുള്ള ഒളിമ്പിക് ഗെയിംസ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, 2020 ടോക്കിയോ ഒളിമ്പിക്സ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ കായിക നയം പ്രഖ്യാപിച്ച വർഷമേത്? ഇന്ത്യയിൽ ആദ്യമായി ദേശീയ കായിക നയം പ്രഖ്യാപിച്ച വർഷമേതാണ്? ഉത്തരം ഓപ്ഷൻ ബി, 1984. സാംക്രമിക രോഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനായി കൃത്രിമ പ്രതിരോധശേഷി നേടുന്നതിന് ശരീരത്തെ സജ്ജമാക്കുന്ന പ്രക്രിയ ഏത്? സാംക്രമിക രോഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനായി കൃത്രിമ പ്രതിരോധശേഷി നേടുന്നതിന് ശരീരത്തെ സജ്ജമാക്കുന്ന പ്രക്രിയ ഏതാണ്?
ഉത്തരം ഓപ്ഷൻ സി ആണ് പ്രൈമിംഗ്. രജിസ്റ്റർ എ എന്നും അറിയപ്പെടുന്ന അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിൻ്റെ ഭാഗമേത്? രജിസ്റ്റർ എ എന്നും അറിയപ്പെടുന്ന അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിൻ്റെ ഭാഗമേതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് അക്യുമുലേറ്റർ. സംവഹന പ്രക്രിയ വഴിയുള്ള താപ കൈമാറ്റം നടക്കുന്ന ഏക അന്തരീക്ഷ പാളി? സംവഹന പ്രക്രിയ വഴിയുള്ള താപ കൈമാറ്റം നടക്കുന്ന ഏക അന്തരീക്ഷ പാളി? ഉത്തരം ഓപ്ഷൻ ബി ട്രോപ്പോസ്ഫിയർ. ക്യാരക്ടേഴ്സ് പെർ സെക്കൻഡ്, ലൈൻസ് പെർ മിനിറ്റ് എന്നിവ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ക്യാരക്ടേഴ്സ് പെർ സെക്കൻഡ്, ലൈൻസ് പെർ മിനിറ്റ് എന്നിവ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ എ പ്രിൻ്ററിൻ്റെ വേഗം. ഒരു URL മേൽവിലാസത്തിൻ്റെ ഭാഗമല്ലാത്തത് ഏത്? ഒരു URL മേൽവിലാസത്തിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് സെർവർ നമ്പർ. ചെറിയ കമ്പ്യൂട്ടർ ശൃംഖലകൾ ആവശ്യമുള്ളതും എന്നാൽ പൂർണ്ണ ചുമതലയുള്ള സെർവറുകളുടെ ആവശ്യമില്ലാത്തതുമായ സ്ഥലങ്ങളിൽ, അതായത് വീടുകൾ, ചെറിയ വ്യാപാര സ്ഥാപനങ്ങൾ, അനുയോജ്യമായ കമ്പ്യൂട്ടർ ശൃംഖലാ സംവിധാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പീർ ടു പീർ. കേരള നെൽവയലും നീർത്തടവും സംരക്ഷണ നിയമപ്രകാരം രൂപം കൊടുക്കുന്ന പ്രാദേശിക തല മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ഉത്തരം ഓപ്ഷൻ ഡി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഹരിത കേരള മിഷന്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്ന 3 ഉപമിഷനുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആരോഗ്യ പുനരധിവാസ പദ്ധതി. പോക്സോ നിയമത്തിൻ്റെ വകുപ്പ് 44 പ്രകാരം നിയമത്തിൻ്റെ നിരീക്ഷണ ചുമതല ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ഡി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.